ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾ ഏത് വ്ളോഗ് കഴിഞ്ഞിട്ടാണ് കാണുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മളിപ്പോൾ എടുത്തച്ച് അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനൊരു സ്പെഷ്യൽ വ്ളോഗാണ്, സംതിങ് വിച്ച് ഈസ് വെരി ക്ലോസ് ടു അവർ ഹെർട്ട്. ഹേർട്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താ? ഹേർട്ടാണോ ഹാർട്ടാണോ? രണ്ട് ടൈപ്പും പറയുന്നവരുണ്ട്. ഹേർട്ട് പറഞ്ഞാലും കറക്റ്റാണ്, ഹാർട്ട് പറഞ്ഞാലും കറക്റ്റാണ്. അങ്ങനെ ഞാൻ രണ്ടും പറയുന്ന കേട്ടിരിക്കണേ. നമ്മൾ അങ്ങനെ പറയലുണ്ടല്ലോ അല്ലേ? രണ്ടും പറയലുണ്ട്. അപ്പൊ HURT ഹേർട്ട്, അത് ഹേർട്ട് അത് വേദനിപ്പിക്കും. അല്ലല്ല, ഞാൻ ഹൃദയം. ഹേർട്ട് എന്നും ഹാർട്ട് എന്ന് പറയണോ? ഹാർട്ട് പറയല് കേക്കലുണ്ട്, ചിലവര് ഹേർട്ടും പറയലുണ്ട്. ശരിക്കും വേദനിപ്പിക്കാന്നുള്ള സാധനമാണ് വേണ്ട. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും എല്ലാ പരിപാടിക്കും ഉണ്ടാവലുണ്ട്. അപ്പം ഇങ്ങള് കുറെ ആൾക്കാർ ഇല്ലാത്ത പോലെ നമുക്ക് കാണിച്ചു തരലുണ്ട്. പക്ഷെ ഇങ്ങള് കാണുന്നതിന്റെ മുന്നേ നമ്മളിതൊക്കെ കാണലുണ്ട്. നമ്മളൊരിക്കലും ഇങ്ങള് കാണിച്ചു തന്നിട്ട് ഇപ്പോൾ ഇവിടെ ഓരില്ലല്ലോ ഇവരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരെ പോയി ഇതാക്കുന്ന ആൾക്കാരല്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമുക്ക് എല്ലാവരും ഇതിലുള്ള എല്ലാവരും, ഇപ്പോൾ ഈ വണ്ടിയിലുള്ളവരാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും വീട്ടിലില്ലാത്തവരാണെങ്കിലും എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. ലൈക്ക് എല്ലാവരും എൻ്റെ ഫാമിലി തന്നെയാണ്. ഞാൻ ഒരുപോലെ കൊണ്ടു നടക്കുന്നത്. അത് ഇനിയിപ്പോൾ ഇവലാണെങ്കിലും ഇവലെ പെണ്ണുങ്ങൾമാരാണെങ്കിലും ഓലെ കുടുംബമാണെങ്കിലും അതിലുള്ളവരാണെങ്കിലും എല്ലാവരും നമുക്ക് ഈക്വലാണ്. അപ്പം എനിക്ക് ഞാനും ബാസിലും നോമ്പ് തുടങ്ങിയ ടൈമിൽ ഒരേ ടൈമിൽ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. അതായത് നെജ്മ എവിടെ? ഒരു പരിപാടിക്കും കാണുന്നില്ല. അപ്പൊ അർഷ് ഇവിടെ അല്ലാതെ വേറെ ഒന്നുമല്ല. ഇല്ലാത്തതിന്റെ റീസൺ എന്താ വെച്ചാല് മാപ്പിള ഇല്ലാതെ ഇപ്പൊ ഒറ്റക്ക് അങ്ങനെ ഇങ്ങനെയോള് വണ്ടി എടുത്ത് വരാം, അത് റിസ്ക് ആണ്. പിന്നെ നമ്മൾ ഈ റൂട്ടിനല്ല എടുക്കും പോലെ, നമ്മള് ഫുള്ള് മറ്റേ റൂട്ടാ. ഈ റൂട്ടിനെ നമുക്ക് ഇടയ്ക്കെങ്കിലും ഉള്ള കാണാം. അപ്പം ഞാനും ബാസിലും നോമ്പ് തുടക്കത്തിൽ ചർച്ച ചെയ്ത കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പൊ ഒരു നോമ്പ് തുറവിക്ക് നെജിമനെ അതിഥിയായി ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഒരു നോമ്പ് തുറവി പിടിക്കാന്നുള്ളത്. അപ്പൊ ഇതില് നെജിമനെക്കാളും സന്തോഷം അർഷുവിനാവും. കാരണം അർഷു ഇതേപോലെ കൂടിച്ചേരലുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. കൂടിച്ചേരലുകൾ, കൂടിയിരുത്തങ്ങൾ, കൂട്ടുകെട്ടുകൾ. അർഷൊക്കെ പണ്ട് മുതലേ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയെന്ന് മുതലേ എന്താണ് കൂടിച്ചേരുക എവിടെ പോയിട്ടും. ഇന്നെന്ത് ചെയ്തു, ഇന്നൊക്കെ ഇൻസ്റ്റാഗ്രാം പറയുന്ന കാലത്തിന് അർഷു പണ്ടൊരു ടൗൺ സ്ക്വയർ കൂടിച്ചേരാൻ വിളിച്ചു. ഉച്ചക്ക് 12-12:30 വെറുതെ കൂടിച്ചേരുക. അങ്ങനത്തെ ഒരാളാണ് അർഷു. എന്താ പറയാ വന്നേ? അല്ല, പിന്നെ അതിന്റെ പുറത്ത് 25ഓളം വരുന്ന കുടുംബ പ്രേക്ഷകര് കമന്റ് 25ഓളം വരുന്ന നെജിമന്റെ ആരാധകർ, നെജിമ അർഷു ദമ്പതിമാരുടെ ആരാധകർ 25ഓളം വരുന്ന പോലെ കപ്പിൾ ആരാധകർ എന്ത് ചെയ്തു, നെജിമനെ കൊണ്ടുവരണമെന്നും പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറയണതിന്റെ മുന്നേ ഇനി നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ മുന്നേ ഞാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയും, അതെന്താ അറിയും, പിന്നെ നാളെ അറിയും, അങ്ങനെയൊക്കെ അറിയും. ഇതൊക്കെ നമ്മൾ നോമ്പിന്റെ തുടക്കത്തിലെ പ്ലാനിട്ട കാര്യങ്ങളാണ്. ഓഡിയൻസ് ഇപ്പൊ പറയുന്നു എന്ന് മാത്രം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ലേശ സമയം തരി. കാരണം ഇന്നെത്ര 7ാമത്തെ നോമ്പല്ലേ നമ്മൾ തുറക്കണേ? 7 നോമ്പായിട്ടുള്ളൂ. നമുക്ക് ഇനിയും നോമ്പുകളുണ്ട്. അപ്പം ആദ്യത്തെ 10 തന്നെ ഞാൻ എൻ്റെ ഒപ്പം എല്ലാവരും കൊണ്ടുവന്നിട്ട് കലക്ക സമാവാത്തി ആയാല് പിന്നെ ആരുമില്ലാതെ ഞാൻ നിൽക്കണ്ടേ? അതേപോലെ തന്നെ എല്ലാവരും എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. എല്ലാവരും എല്ലാവരുടേതായ വീട്, പരിസരങ്ങള്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചുറ്റുപാട് തിരക്കുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കണമെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആകെ ചോദിക്കുള്ളൂ, എനിക്കിപ്പോൾ നിങ്ങൾ വേറെ ഒന്നും തരാം, എനിക്ക് അവാർഡ് തരണ്ട, പുരസ്കാരം തരണ്ട, എനിക്ക് അത് തരണ്ട, ഇത് തരണ്ട. നിങ്ങളെ കുറച്ച് സമയം, അതായത് എൻ്റെ കൂട്ടുകാരെയും എൻ്റെ കൂടപ്പുറപ്പുകളുടെയും എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ലേശ സമയം എനിക്ക് തരണം എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പൊ അർഷുവിന്റെ വീട്ടിക്ക് പോവാണ്ട് നമ്മള് ഓൾറെഡി അല്ലാടെ ഇഫ്രാണ് നെജിമനെന്ന് ഒരുക്കൂട്ടണം കേട്ടോ. ഇന്നലെ തന്നെ വിളിച്ചിട്ട് പിന്നെ ഇവിടെ അവിടുന്ന് വണ്ടി ഇരിക്കാൻ പറ്റില്ലല്ലോ. കൊച്ചിയില് പ്രോഗ്രാമാണ്. ടിക്കറ്റ് എടുത്തോ? ഇന്ന് ലാസ്റ്റ് 7 മണി മുതൽ കൺഫർമേഷൻ കൊടുക്കാറ്. അല്ല ഇതിലെ പോയാല് ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? അവിടെ പോയി തിരിക്കാൻ കഴിയില്ലല്ലോ. ഇഫ്ര ഈ ഒന്നാളെ വിളിച്ചോ? ഇതന്നെ എനിക്ക് പറയാറില്ലേ?
ഹലോ അമ്മച്ചി പറയ്. ഐസ് ക്യൂബ്, പിന്നെ disposable plate and glass deal. Consider it done. Bye. Consider it done. അത് ഓക്കെ ആയ പോലെ കൺസിഡർ ചെയ്തോളൂ മമ്മി. എന്താണ് മമ്മി കോർപ്പറേറ്റീവ് ഓഫീസിലെ കീവേഡ്സ് അറിയില്ലേ? ഇവിടെ തിരിക്ക അല്ലല്ല, ഞാൻ എല്ലാത്തിനും ഉണ്ടാവുന്നത്. ഓക്കെ 6 നമ്മളല്ല നേരത്തെ. ഇന്ന് 15-16 പേരിൽ നോമ്പറക്കണം കേട്ടോ. അപ്പം മെച്ചിനോട് ഞാൻ അത് പറയണത് ശരിക്കും ഞാൻ മെച്ചിനോട് ചെയ്യുന്ന ചതിയാണ്. അത് എനിക്ക് 100% അറിയാം. കാരണം നേരത്തെ പറഞ്ഞ അമ്മച്ചിക്ക് ഈസിയാണ്. 4 മണിക്ക് വന്ന് നമ്മൾ ഇത്ര ആളുണ്ടെന്ന് പറയുമ്പം എത്രത്തോളം റിസ്ക് ഉണ്ടാവും എന്നുള്ള എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് കേട്ടോ. സോ അമ്മച്ചി അപ്രിസിയേഷൻ പോസ്റ്റ് ഏത് തരത്തിൽ ഏത് സമയത്ത് ഞാൻ പറഞ്ഞാലും എനിക്ക് ചെയ്തിട്ടും എന്നോട് ഞാൻ ആദ്യം പറയാൻ പറഞ്ഞിട്ടില്ലേ എത്ര ആളുണ്ടാവും എന്നോട് വേറെ എന്തെങ്കിലും പറയലുണ്ടോ? അത് ഉണ്ടാക്കണം പറയില്ല, ഒന്നും പറയില്ല. എന്നോട് കൗണ്ട് തരാൻ മാത്രമല്ല പറയില്ലെന്നാണ് എൻ്റെ അമ്മ ചോദിക്കലുണ്ട്. എൻ്റെ അമ്മച്ചി പാവാണ് അല്ല പാവാണ് എൻ്റെ അമ്മച്ചി പാവാണ്. ബസ്സിൽ ആ കുട്ടീൻ്റെ സൈക്കിള് എൻ്റെ ഒരു പല്ലിപ്പടുത്ത് മിക്കവാറും റൂട്ട് കനാലേ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ കേടല്ല, പൊട്ടിച്ചാടി ഒരു പല്ലിൻ്റെ പൊട്ട്. വയസ്സായി വരികയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. കയറി അല്ല നമ്മളിന്ന് അങ്ങോട്ട് ഇറക്കിയിടാ, ഗേറ്റ് അടിച്ച് വണ്ടി കയറിക്കോ. ഇല്ല. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിന്ന് നെജ്മനെ കൂട്ടാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ പറയാം നമ്മളപ്പം തീരെ കൂടാത്തത് എല്ലാവരും ആയി. ഡീറ്റെയിൽഡ് വരെ ഉണ്ടാവും കേട്ടോ. ബല ഇങ്ങനെ വെറുതെ കോപ്പ് കൂടണമല്ല, ഓരോ ദിവസം ഓരോ ഡിഷുമായിട്ട് ഓരോരുത്തരോട് നമ്മള് നോമ്പ് കഴിഞ്ഞാൽ കൊണ്ട് നോക്കും. പറഞ്ഞു വരണോ? വണ്ടി ഇവിടെ ഇട്ടാല് ഇവിടെ പാർക്കിംഗ് ഇല്ല, അതാണ്. അല്ലേ അങ്ങോട്ട് നമുക്ക് പോയിന്. അപ്പോ ഇനിയിപ്പോ കൂട്ടത്ത് കൂടാതെ ആരും ഇല്ലല്ലേ? ഇനിയിപ്പോൾ ഓരോരുത്തർ പെണ്ണെട്ടിയിട്ട് വേണം. പെണ്ണെട്ടികളെല്ലാവരും നമ്മൾ മാക്സിമം പരിഗണിക്കുന്നുണ്ട്. പെണ്ണുങ്ങളെയും എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് പരിപാടികളാക്കി ഇഫ്താറാക്കി വിടുന്നുണ്ട്. നമ്മൾ ഇനി കുറേ പ്ലാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പറയാതെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇപ്രാവശ്യം വരുന്നതായിരിക്കും. ഗിവ് മി സം ടൈം, പ്ലീസ് ഗിവ് മി സം ടൈം. ഐ ടോൾഡ് യു ഐ എം നോട്ട് എ ബാറ്ററിക്ക് വർക്ക് ആവണ കളിപ്പാവ. ഇറ്റ്സ് ബാറ്ററിക്ക് ചാർജ് ചെയ്തല്ല. നോമ്പിന് നിങ്ങൾ എത്ര എനർജി ഉണ്ട്? നിങ്ങൾക്ക് എത്ര എനർജി ഉണ്ട് ഒരു നോമ്പിന്? നിങ്ങൾ ചിന്തിച്ച് നോക്കി. എത്ര ആൾ നിങ്ങൾക്ക് 1.5 മണിക്കൂർ 2 മണിക്കൂർ സംസാരിച്ചിരിക്കാൻ പറ്റും? ഏറ്റവും കൂടുതൽ നമ്മളെ എനർജി ലോസ് ആവണം എവിടെയാണ്? നമ്മൾ സംസാരിക്കണോടത്താണ്. മിഞ്ഞാന്ന് എന്താ തിന്ന് അത് തിന്ന് സംസാരിച്ചാൽ മതി. എന്താ എന്നും കുടിച്ചാൽ ഞാൻ മറ്റേ പെരുന്നാളിൻ്റെ തലേന്ന് പോവുകയും ചെയ്യും. അതാ അർഷുവിൻ്റെ അമ്മ വരുന്നു. അർഷുവിൻ്റെ അമ്മ ഹൈ ഹൈ. നിങ്ങൾ വന്നാടി കണ്ടേ ഇങ്ങോട്ടെ കൊണ്ടുവന്നാക്കും. ഫുൾ Z+ കാറ്റഗറി സെക്യൂരിറ്റി വരൂ. വലൈക്കും സ്ലാം. ഇനി ഉണ്ടാവുണ്ടോ? ഒന്ന് മാത്രല്ല, അർഷു ബാക്കിയുള്ള നോമ്പ് തുറകളിലൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞേ. അപ്പൊ ഞങ്ങളെ വലിയ വലിയ തുറവികൾക്കൊക്കെ കൊണ്ടുപോട്ടോ. കേറ് ആ ആയിക്കോട്ടെ. ഇങ്ങനത്തെ അമ്മയമ്മനാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ വലിയ കൊണ്ടേക്കോ. മനസ്സിലേ പോയിട്ടമ്മ. അല്ല അൻസന്റെ നമുക്കൊരു ദിവസം ഉറങ്ങാത്ത ടൈമിൽ നമുക്ക് വരാം. അസ്സലാമലൈക്കും. ആര് ബാസിലല്ലേ? ബാസിൽ ഈ റൂട്ട് കൂടെ ഒന്നും പോകലുണ്ട്. ഉണ്ട്, മരുന്നൊക്കെ വരലുണ്ട്. ഞങ്ങളിതില് വരാത്തോണ്ടാണ്, ക്ഷമിക്കണം. ഇല്ല ഞങ്ങളിതില് പോലെ ഓനോട് ചോദിച്ചു. ഞങ്ങൾ കണ്ടു എന്താ അതാണേ, ഞങ്ങള് ഫുള്ള് അയില പോവല്. ഇതിൽ അർഷുണ്ടായി പോവും എല്ലാ വട്ടം. അല്ലാത്തപ്പോ അങ്ങനെ പോവലല്ല, കുറവല്ലേ.
ഇൻഷാല്ല വേറെ ആ വീട്ടിൽ തന്നെ അല്ലേ ആ ഹർഷു പറഞ്ഞീനി അന്നേ പറഞ്ഞീനി ഇനിയിപ്പോ ബാസിലിന്റെ ഉണ്ട് കൊഴപ്പല്ലേ ബാസിൽ എന്താ ചെയ്യാ എല്ലാരും ഇപ്പൊ പറഞ്ഞ ഇനിയിപ്പോ ബാസിലിന്റെ അന്ന് കൂടാതാ കൊറേ ആൾക്കാർക്ക് ഇങ്ങനെ കൂടാൻ പറ്റിയില്ല അപ്പൊ പട്ടിണിയാണെന്ന് പറഞ്ഞാണത് മധുരോ എണ്ണൊക്കെ ഒഴിവാക്കി എല്ലാരും പറയണ്ടേ എന്താ പറഞ്ഞേ മുഖം പോയിട്ടോ ആയിക്കോട്ടെ എന്നാ വിട്ടിട്ടമ്മ അസ്സലാമലൈക്കും. അപ്പൊ സുഹൃത്തുക്കളെ 25ഓളം വരുന്ന കുടുംബ പ്രേക്ഷകർ കാത്തിരുന്ന നമ്മളെ ഇന്റർവ്യൂ താരം ഫേമസ് ട്രെൻഡിങ് കപ്പിൾ അർഷുവിന്റെ പ്രിയ പത്നിയും അല്ല സുരേട്ടനല്ലത് സുരേട്ടാ ഹായ് നമസ്കാരം എന്താ വിശേഷം? ഞങ്ങൾ അർഷുവിന്റെ വീട്ടുകാരെ എന്താ ഇല്ല ഒരു നോമ്പുറവിക്ക് അങ്ങനെ കാണാ നമ്മളെ ബോസാട്ടോ ആ പോയത് നമ്മളെ ബോസാണ് സുരേട്ടൻ ചാറ്റടിക്ക് കാണാ അതെതാ വരുന്നുണ്ട് ഓയ് ബോസാണ് പറയാ ഞാൻ വീഡിയോയിലുള്ള ആൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. എന്റെ ഏത് വണ്ടികൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആദ്യം വരുന്നത് ഇവിടെയാണ് കേട്ടോ. വണ്ടൂര് അർഷുവിന്റെ പേരന്റെ തൊട്ടിപ്പുറത്ത് സുരേട്ടന്റെ ഷോപ്പിലാണ്. പളുങ്ക് പോലാക്കി തരും കാറുകൾ. കാണാ ആണേ നമ്മളെ മറ്റേ വണ്ടി എല്ലാ വണ്ടി സീന നമ്മൾ ഇവിടെ കൊണ്ടുവരില്ലേ. ഇതാണ് കേട്ടോ സുരേട്ടന്റെ ഷെഡ്. ആ കാണുന്ന വണ്ടികൾ ഫുള്ള് പണിക്കച്ചാവും കേട്ടോ. അറ്റ് എ ടൈം 8-10 കാറുകൾ വർക്ക് ചെയ്യുന്ന വണ്ടൂരിന്റെ. അസ്സലാമലൈക്കും. കൂട്ടുകാരന്റെ വീട്ടിൽ വന്നാ കാണാ ഒരു കോളേജിലാണേ. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൊ മമ്പാട് MES എന്ന് വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. മമ്പാട് MESലാണ് അർഷുവിന്റെ പെണ്ണുങ്ങളും ജിംഷാന്റെ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. എന്താ ചെയ്യാ നെജിമ സീനിയറാണ്. നെജിമ അല്ല നെജിമ ഇപ്പൊ ഏതാ ഇയർ? ഇനി ഒരു ഇയറും കൂടി. ഇഫ്ര ഫസ്റ്റില്ലേ? ഫസ്റ്റ് കഴിയാനായി സെക്കൻഡ് കഴിയാനായി. ഇഫ്രഞ്ഞ് സെക്കൻഡ് ഇയർക്കും നെജ്മഞ്ഞ് തേർഡ് ഇയർക്കും. ആ ഒരു കൊല്ലത്തിന്റെ മാറ്റം. നെജ്മ എന്നിട്ട് എവിടാൻ്റെ ഒരു വിവരമല്ല കേട്ടോ. കാണാനില്ല, ഇൻസ്റ്റാഗ്രാമിലും കാണുന്നില്ല. അർച്ചനോട് വരാൻ പറയും, എങ്ങനെയെങ്കിലും വരാൻ പറയും. ഇവിടെ എന്തെങ്കിലും നമുക്ക് സെറ്റ് ആക്കാം. ഞാൻ അർച്ചനോട് എന്നും പറയലുണ്ട്. എന്താ പ്ലാൻ ആക്കാം, നമുക്ക് എന്താ ഒപ്പം പറയാം, എന്തെങ്കിലും ചെയ്യാ അർച്ചോ. അപ്പൊ കാനഡയിൽ നിന്നും അപ്പൊ കാനഡയിൽ നിന്നും വ്ളോഗ് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. കാനഡയിലാണ് അർഷു. എങ്ങനെങ്കിലും അർഷുവിനെ ഏതെങ്കിലും അങ്ങാടിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് നാട്ടിൽ വരാൻ പറയാ എല്ലാരും. ടൊറോണ്ടോ അങ്ങാടി പരിസരത്തോ ടൊറോണ്ടോയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അർഷുവിനെ കാണണമെന്നുണ്ടെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കണമെന്നുണ്ടെങ്കിലോ നാട്ടിക്ക് വരാൻ പറയും പ്ലീസ്. അർഷുവിനെ നമ്മൾ മിസ്സാവണ പോലെ ഉണ്ടല്ലോ, ആരും മിസ്സാവില്ല. ഒരു ബൈക്ക് പോകുമ്പോണ്ടല്ലോ വേറെ മൂടാണ്. അത്ര ഉള്ളൂ, ഓനായിട്ട് ഉണ്ടാ മതി. അല്ല ചിറിച്ചിട്ട് പാടോ. ഞങ്ങൾ എന്തെങ്കിലും കൂടി പറഞ്ഞിട്ടുള്ളൂ അർഷുവിന്റെ ചിറിയും അതൊക്കെ ഇപ്പോഴും കളിച്ചു. അർഷുവിനൊന്നും ഉണ്ടല്ലോ പെണ്ണ് കിട്ടിന്ന് കരുതിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആവാ എന്നുള്ള ഒരു മൂടുക്കോൻ പോയിട്ടില്ല. എന്താ ആ പെണ്ണിട്ട് മുമ്പ് ഞാൻ അങ്ങനെ തന്നെ, ആ പെണ്ണിട്ട് ഞാൻ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ നടക്കല്. ഒരു മാറ്റമല്ല അർഷുവിനൊന്നും. അപ്പൊ എന്തായാലും ഇന്ന് വീട്ടിലെത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും. പരീക്ഷകൾ കഴിഞ്ഞോ? അപ്പൊ എല്ലാരും ഓൾ ദ ബെസ്റ്റ് നേരിട്ടോ. 2 പരീക്ഷാർത്ഥികളാണ്. ഇഫ്രക്കുല്ലേ? 2 പരീക്ഷക്കാരാണ് നമ്മളെ ബാക്കിലിരിക്കുന്നത്. ഒരുപാട് പരീക്ഷകൾ എഴുതി വിജയിച്ച് മമ്പാട് MES കോളേജിന് റാങ്ക് കൊണ്ടുവരാനുള്ള മമ്പാട് MES കോളേജിന്റെ ടീച്ചേഴ്സ് ഇബലോ. അപ്പൊ റോൾ ഔട്ട് കാരണം എന്താ? ആണോ? 6 മാസം ഒരു സംഭവം ഉണ്ടാവുക, 1 മാസം കല്യാണത്തിൽ ലീവ് എടുത്ത. അല്ല അപ്പൊ എത്ര ലീവ് കിട്ടും ഒരു കോളേജില്? ലീവില്ല,
ഇല്ലടാ, ഒരു മിനിമം ഒരു കണക്കുണ്ട്. അത്ര ഒരു വർക്കിംഗ് ഡേയ്സിന്റെ എത്ര നമ്മള് പോകണം പോയി. കാരണം ഡിസംബർ 6-ാം തീയതി 7-ാം തീയതി കല്യാണം, നേരെ 10-ാം തീയതി ദുബായിക്ക്. അല്ല പൈസ കൊടുത്താൽ നേരാവൂലേ? കൊടുക്കേണ്ടി വരും തോന്നുന്നു. കണ്ടർനാശം എടുക്കണം, 2,500 രൂപ കണ്ടർനാശം. അത്ര ലീവ് കൊടുത്താൽ 2,500 റുപ്യ എടുത്താൽ മതിയോ? പക്ഷെ അത് ഒരു വട്ടം 2 വട്ടം പറ്റുള്ളൂ. ഞാനൊന്നും കോളേജിൽ പോകാതെ ഭാഗ്യം. കോളേജുകാർ അങ്ങനെ പൈസ ഉണ്ടാക്കും ചോദിച്ചു. ഹലോ, പോവില്ലല്ലോ. അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, നിങ്ങൾ NSS ഇതിലൊക്കെ ഉണ്ടോ? അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് ഫോട്ടോ കമ്പ്യൂട്ടറിന് ഞാനൊക്കെ അതിന്റെ ആളേനി. ഞാൻ എന്തായിട്ട് വെച്ചാല് ക്ലാസ്സിനെക്കാളും പുറത്തേനി. അതായത് ക്ലബ്ബുകളൊക്കെ ഞാൻ ഉണ്ടാവും. ED ക്ലബ്ബ്, NSS, പിന്നെ അസോസിയേഷൻ സെക്രട്ടറി, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, എന്നിട്ട് NSSന്റെ ഓരോ പരിപാടി ഞാൻ തന്നെ ഉണ്ടാക്കും. സാർ നമുക്ക് ഇന്നത് ചെയ്യല്ലോ, നാളെ ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ പരിപാടിക്ക് ഇറങ്ങിയാണ്. അപ്പൊ സാർ ഒപ്പിട്ടരും, ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി കൊടുക്കും, നമുക്ക് അറ്റൻഡൻസ് ഇട്ട് തരും. പിന്നെ ചെയർമാൻ ആയതിനു ശേഷം പിന്നെ ഞാനല്ലേ ചെയർമാന്, യൂണിയൻ പ്രവർത്തനത്തിന് ഇറങ്ങാറുണ്ട്, അങ്ങനെ എഴുതി കൊണ്ടു കൊടുക്കും. എനിക്ക് പ്രശ്നമല്ലേ, ഞാൻ യൂണിയൻ ഭാരവാഹി, ഞാൻ ചെയർമാനല്ലേ, കോളേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട്. കോളേജ് ചെയർമാൻ അറ്റൻഡൻസ് വിഷയമല്ല. ഇല്ല, ഞാൻ സത്യം പറഞ്ഞ കോളേജ് പഠിക്കണേനുല്ലേ, ഒരു വട്ടം ഒന്ന് പോണ്ടീനി. വേണ്ട ചിലപ്പോ. പക്ഷെ ഉണ്ടല്ലോ, ആ ടൈമില് ഞാൻ എന്റെ 21 വയസ്സില് അല്ലെ 18 to 21, 22 ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ടൈം എവിടെയെങ്കിലും എത്താൻ വേണ്ടിട്ട്. അപ്പൊ ആ ടൈമിൽ ഞാൻ കോളേജിൽ പോയിക്കണെങ്കിൽ ചിലപ്പോ ഒരു ഡിഗ്രിയിൽ ഒതുങ്ങി. അതുകൊണ്ട് അതൊക്കെ നമ്മളെ ലൈഫിന് ഒരു ടേണിംഗ് പോയിന്റ് ആണ്, അന്ന് പോവാത്തതും. പിന്നെ എന്നെ പോലെയുള്ള ബിൽ ഗേറ്റ്സ്, ടിം കുക്ക്, അതുപോലെ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ ആൾക്കാർക്കൊന്നും ഡിഗ്രി ഇല്ല. കോളേജിൽ പോയില്ലല്ലോ. ഒബാമ, ഞങ്ങളൊന്നും കോളേജിൽ പോയില്ലല്ലോ. നരേന്ദ്രമോദി, ലോകത്തെ നയിക്കുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ അത്ര എത്തിയൊന്നുമല്ല. മോദിക്കൊക്കെ ഡിഗ്രി ഉണ്ട്. ഡിഗ്രി ഏതൊക്കെ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടില്ലേ? കുറെ സർട്ടിഫിക്കറ്റുകളുണ്ട്. എന്താണ് അറിയാം. അപ്പൊ എന്തായാലും ഡിഗ്രി ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ലിസ്റ്റിൽ പെട്ട ആളുണ്ട്. എനിക്ക് ഡിഗ്രി ഇല്ല. അപ്പൊ എന്തായാലും ഇന്ന് വീട്ടിലെത്തിയിട്ട് ഇന്ന് എന്താ ഉണ്ടാക്കണേ നമ്മള്? രണ്ടാള് ഇന്ന് 50-50 കുക്കിംഗ് ആണോ? എന്താ സാധനം? എന്താ ചിക്കൻ ഡോനട്ടോ അല്ലെങ്കിൽ ചിക്കന് ചിക്കൻ പൊട്ടിത്തെറിച്ചാ നേരം കറച്ച് മുങ്ങിയ ബാസില്. ഇന്ന് ഭീകര അന്തരീക്ഷമാണെന്ന് തോന്നുന്നു. മുങ്ങാം. അല്ല, ചിക്കൻ പൊട്ടിത്തെറിക്ക് എന്തൊക്കെ സാധനങ്ങളാ വേണ്ടിയേ? ഇന്ന് അതിനുള്ള ടൈമൊന്നും ഇല്ല കേട്ടോ. 1 മണിക്കൂറുള്ളൂ. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് നോമ്പറക്ക 1 മണിക്കൂറുള്ളൂ കറക്റ്റ്. എനിക്ക് ഇന്നേ ഇന്നൊരു സമൂസ ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, പ്രിപ്പയർ ആയി വരി. ഫുൾ പ്രിപ്പയർ ആയി വന്നിട്ട് സമൂസ ഉണ്ടാക്കൂലേ? അങ്ങനത്തെ ഒരു വരുന്നുണ്ട്. ഇന്ന് സമൂസ ഉണ്ടാക്കാം വാസിലേ. ഇന്ന് അതിനുള്ള നേരമുള്ളൂ. ചേട്ടൻ കറന്നു കമ്പി വണ്ടിമ കൂടി കൊളുത്ത് വലിച്ചു വന്നു. അപ്പൊ എന്തായാലും ഇന്ന് സമൂസ ഇഫ്രയും നെജ്മയും ഒരുമിച്ചുണ്ടാക്കുന്ന സമൂസ കുക്കിംഗ് ബ്ലോഗാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും വീട്ടിലെത്തിയിട്ട് കാണാം. നെജ്മനെ കുറെ ആയിട്ട് കാണാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ വീട്ടിലുണ്ട്. അപ്പൊ എല്ലാവരും ഇന്ന് അതിഥി വരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് അവിടെ എത്തിയിട്ട് എന്തായാലും കാണാം. ഒരു കണക്കിന് ഈ പ്രായം ഉണ്ടോ നല്ല ഇങ്ങനെ ആടിയാ മതി, ആടിക്കൊടുത്താ മതി. ഇപ്പൊ നോക്ക്, ഇവിടെ ഒരു ചങ്ങായിണ്ട് ആടി ഇങ്ങനെ കൊടുക്ക. എടാ ചെണ്ട കൊത്തറ. മറ്റുള്ള ആടന്നെ ഓനെ കണ്ടു. ഏട്ടാ ഓയ്. ഒരു കണക്കിന് ആ പ്രായമാണ് നല്ലത്. ആടിങ്ങനെ കൊടുക്കുക. അപ്പൊ ആ പ്രായത്തിലുള്ള കുട്ടികള് വ്ളോഗ് കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ആടാനുള്ള ടൈമാണ്. ആടുക, പാടുക, എൻജോയ് ചെയ്യുക. ഒരു 10-22 വയസ്സ് കഴിഞ്ഞാല് ആടാനും പാടാനൊന്നും കഴിയൂല. ആകെ ബാധ്യതകളും കടബാധ്യതകളും ലോണും EMI ആയിട്ട് ജീവിതം മാറും. അപ്പൊ അതിന്റെ മുന്നേ
അടിപൊളി. അല്ല ഓൾറെഡി ഫണ്ടും കാര്യങ്ങളും ഇല്ലോർക്ക് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓൾക്ക് എന്നും ആടാം, അല്ലാതെ മരിച്ചോളാടാം. അല്ലാതെ ഒന്നുമില്ലാത്തോടത്തുനിന്ന് എന്തെങ്കിലും കഷ്ടപ്പെട്ട് പടുത്തുയർത്തി വരണോന് അതൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള ഏജ് ആവും. ആയിക്കോടെ ഇപ്പൊ നമ്മളെല്ലാരും, ഞാനും ബാസിലും ജിമ്മൊക്കെ കടന്നു പോണ പ്രായമാണ് എല്ലാരും. ഇപ്പൊ ബാസിലിന്റെ വീട് ഇപ്പൊ അടുത്തല്ലേ കയറ്റി സെറ്റ് ചെയ്തത്. ബാസിലിന്റെ വീട്, ബാസിലാണ് കുറെ കാര്യങ്ങൾ ഏറ്റെടുത്താണ്ട് അവന്റെ വീട് പണിക്ക് മുന്നോട്ടം കൊടുത്തത്. ഞാൻ എൻ്റെ വീട് സ്ഥലമില്ലാതെ കിടക്കണ എൻ്റെ വീട് മേലേക്ക് എടുക്കണതിൽ ഞാനാണ് മുന്നിട്ടിറങ്ങിയത്. അതേപോലെ തന്നെ അർഷുവിന്റെ പേരെ ഇപ്പടുത്തല്ലേ മേലക്കെടുത്ത്. അപ്പൊ അർഷു കല്യാണത്തോടനുബന്ധിച്ച് അർഷുവിന്റെ പേരെ മേലക്കെടുക്കണതിൽ മുന്നിട്ടിറങ്ങിയത് അർഷുവാണ്. ജിമ്മിന്റെ വീട് ഇപ്പൊ കല്യാണത്തോടനുബന്ധിച്ച് ജിമ്മിന്റെ വീടും രണ്ടാമത് റെനോവേറ്റ് ചെയ്ത് റെനോവേറ്റ് ചെയ്തൊക്കെ നമ്മള് ഫുൾ പൊളിച്ചു മാറ്റിയേക്കല്ലേ, ഫുൾ പൊളിച്ചു മാറ്റി പുതിയ വീടുണ്ടാക്കിയതും ഇപ്പോഴത്തെ അസറു ഇൻഷാ അല്ലാ മാഷാ അല്ലാ അസറും അസറുവിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെല്ലാരും ഒരേ തട്ടിലെ നാണയങ്ങളാണ് എല്ലാരും. ഷാനും നിക്കാന്റെ ടൈമിലാണ് ഓന്റെ വീടും കാര്യങ്ങളും ഒന്ന് ലെവൽ ചെയ്തത്. നിക്കാന്റെ ടൈമാണെന്നാണ് പേരാറ്റേണ്ട ടൈം. എല്ലാവരും ആ ടൈമിലാണ് കയറ്റുന്നത്. നോട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആണ് എല്ലാവരും. ആരും ഇതിൽ നമ്മൾ ഈ കാണിക്കുന്ന എൻജോയ്മെന്റുകളൊക്കെ, പക്ഷെ എന്താ വെച്ചാൽ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ എന്തെയില്ല വാസിലെ കളയലില്ല. നമ്മൾ സ്ട്രഗ്ലിംഗ് ആണ്. ചില ആൾക്കാർ വിചാരം നമ്മൾ എൻജോയ് നടക്കുമ്പോൾ നമുക്കൊന്നും പ്രശ്നങ്ങളില്ല, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പുറത്തത് ഒരുപാട് ആൾക്കാർ വിചാരിക്കണ്ടേ. അത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, മനുഷ്യന്മാരല്ലേ. നമ്മളെ ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങൾ നോക്കി നമ്മൾ നല്ല സമയങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ അതിന് തന്നെ ഒരു ഒഴിവ് ഉണ്ടാവുള്ളൂ. എല്ലാ സമയം നമ്മൾ എൻജോയ് ചെയ്യാം. നമ്മളെ കൂട്ടുകാരന്മാരിപ്പം ആ ഒരു എനർജിമിലാണ് നമ്മളൊക്കെ പോകുന്നത്. സത്യം അല്ലേ? വേറൊരു സാധനത്തിന്റെ എനർജിമല്ല ഞാനത്തെ ഫുൾ എനർജി അടിച്ച് കയറ്റിട്ട് അതിന് കുടിച്ചൂല. അതെങ്ങനെ കുടിക്കണ്ടോ? നമുക്ക് 2 ദിവസം ഉറങ്ങാതെ എന്തെങ്കിലും പരിപാടി ചെയ്യണമെങ്കിൽ അത് ഒരു ഗ്ലാസ് കുടിക്കാം. എന്താണ് ഞാനല്ല ഇന്നലെ രാത്രി കഴിച്ചാണ് അതിന്റെ അത് കേട്ടണം അതിന്റെ ബോഡിന്ന്. അപ്പത്തിന് കട്ടായി. ഇന്നലെ കറക്റ്റ് ഉറങ്ങി. നല്ല ഉറക്കം കിട്ടിയിരിക്കണം. അപ്പൊ എന്തായാലും വീട്ടിലെത്തിയിട്ട് അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ നമ്മുടെ വിശ്വവിഖ്യാതമായ നിങ്ങളുടെ വർത്താനം പറയും, എന്തേലൊക്കെ പറയും. ഓഡിയൻസ് എന്താ പറഞ്ഞ ആഴ്ചമ്മയാണ് ഇപ്പൊ ഏറ്റവും തിരക്ക് എന്നാ പറയുന്നത്. ബിസി പേഴ്സൺ ഇതൊക്കെ എവിടുന്ന നിങ്ങൾ അറിയണേ? എവിടുന്ന അറിയണേ? ആൾക്കാർ ചോദിക്കണ്ടോ ഉണ്ടായിട്ടോ? പക്ഷെ അജിമാതൊക്കെ ഇവിടെ ഏറ്റവും ഇഷ്ടം ആരെയാ? ആരും ഇഷ്ടമാണ്, ആരും ഒഴിവാക്കാൻ പറ്റൂല. എല്ലാ കുട്ടികളും തന്നെയല്ലേ. നാണി നുസർത്തൊക്കെ ആദ്യം ഉണ്ടായതല്ലേ. ഇവിടെ ആഴ്ചമാത്താനെ ഏറ്റവും ഒഴിവാക്കണം എന്നല്ല, ഏറ്റവും ആഴ്ചമാത്താനെ സ്നേഹിക്കലാരാ ഇവിടെ? സ്നേഹം അല്ലേ? ഇഷ്ടങ്ങളെയാണ്. ഇഷ്ടം വെച്ചിനാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കല് അതൊന്നല്ല, എല്ലാരും ചെയ്യും. അതൊന്നും പറയാൻ പറ്റൂല. ഇവിടെ 5 കുട്ടികൾ എളുപ്പല്ലേ. ഇജ്ജിപ്പോ ഒരു പണക്കാരനായിട്ട് ഇതാക്കൂല. എല്ലാ കുട്ടികളും എളുപ്പല്ല. പണക്കാരനോ? ആരാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? അങ്ങനെയാണ് യൂട്യൂബിന്റെ അടുത്ത് അഫീന്റെ അടുത്തൊക്കെ പൈസ ഉണ്ട്, ഓൽക്കൊക്കെ യൂട്യൂബ് ഉണ്ട്. ഓല് കാണിച്ചാ അഫീഫ് എത്ര റുപ്യ ഒരു മാസം ചെലവാക്കണോ ചോദിച്ചു അഫീഫിനോട്. ഇതാരറിയോ? ആരാ നോക്കി മനസ്സിലായില്ലേ? അല്ല ഒരു പെണ്ണിട്ടുള്ളൂ. നമ്മളെ കൊണ്ടുവരാൻ പോയി. നമ്മൾ ഇന്നത്തെ ഗസ്റ്റ് ആണ്. 6 പെണ്ണുങ്ങളാവും. നമ്മളെ കൂട്ടത്തിൽ ആരൊക്കെ പെണ്ണിട്ട് 6 പെണ്ണുങ്ങളാവും. എന്നാലും അതൊക്കെ എണ്ണത്തിനെ കിട്ടില്ല. ഇത് കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ പെണ്ണുങ്ങളെ നോക്കാത്ത എനിക്ക് അതിനെ ഒഴിവുണ്ടാവും. പുറമെ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾ ഇതിനോട് മുണ്ടണില്ല, നമ്മളെ പണ്ടത്തെ ലോകിയല്ല എന്നുള്ളത്. അത് മാറ്റണ്ട. നമുക്ക് എല്ലാം ട്രിപ്പ് പോയി അത് മാറ്റാം. ഒരു ഫീൽഡ് ട്രിപ്പ് പിടിക്കാം നമുക്ക്. സുഹൃത്തുക്കളെ, അത് അർഷുവിന്റെ പെണ്ണുങ്ങളാണ്. ആരെ? അർഷു, കാനഡ.
അപ്പൊ ഓന് അല്ല ചങ്ങായിന്റെ പെണ്ണുങ്ങള് പിന്നെ എന്താണ് ഡോക്ടർ പെണ്ണിട്ടില്ല. ഇല്ലേ? ആ പിന്നെ ഇത് അർഷുവിന്റെ പെണ്ണുങ്ങളാണ്. കറുത്ത തുണി ഇതുള്ളു ഇവിടെ തുണിയായിട്ട്. അർഷുവിന്റെ പെണ്ണുങ്ങളാണിത്. അശ്വിന്റെ അർഷു പഠിക്കണത് കാനഡ, ഒന്റാരിയോ. ഒന്റാരിയോ ടൊറന്റോ ടൗണിന്റെ അടുത്താണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നച്ചിട്ട് ചക്കിലാട്ടാൻ പറ്റുമോ പൈനാപ്പിൾ ജ്യൂസ്? എങ്ങനെയാണ് ചക്കിലാട്ട? അതൊക്കെ എനിക്കറിയാട്ടോ. ആ ഉണ്ടാക്കണ്ടേ സമൂസ? ഇമ്മ സമൂസന്റെ പോലല്ലേ? ആ ശരി. പൈനാപ്പിൾ തരിക്കാനായി ജിമ്മിയെ ക്ഷണിക്കുന്നു. തരിച്ച പൈനാപ്പിളിലേക്ക് വീണ്ടും പൈനാപ്പിൾ വെച്ച് പണി കഴിച്ച് പായാൻ വേണ്ടി ആഴ്ചമാതയെ ക്ഷണിക്കുന്നു. ആ അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വെക്കുമ്പോ കൂട്ടി വെച്ചാണ്ട് അടുത്ത് പോയിക്കോളീൻ. ഒരാളല്ലേ ആഴ്ചമാതാക്ക്. അപ്പൊ ഇവിടുന്ന് എടുത്താ ഞാൻ എത്ര ഇട്ട് ഞങ്ങളോട് പറയണേ? ആഴ്ചമാതാ ഇത് ഹോട്ടൽ, ഇത് അരിപ്പല്ലോ, ഇത് വേറെ പാത്ര. ശരിക്കും ജ്യൂസ് അടിച്ചിട്ടില്ലേ? തരിക്കരുതല്ലോ, അപ്പൊ അതിന്റെ ഫൈബറൊക്കെ നഷ്ടപ്പെടുമല്ലോ. ജ്യൂസ് തന്നെ അല്ലേ അടിച്ചിക്കണേന്ന്? അപ്പൊ സുഹൃത്തുക്കളെ, സമൂസ കുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുക്കളയിൽ ഇതുവരെ കാണാത്ത 2 അതിഥികളാണ് വന്നിട്ടുള്ളത്. ആ അപ്പൊ മസാല വെച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ടോ? രണ്ടാളും ഇന്ന് കള്ളപ്പണിയാണ് എടുക്കുന്നത്. പക്ഷെ ഒരു ദിവസം അല്ല, പൊട്ടിത്തെറിച്ച ഒരു ദിവസം നേരത്തെ വരാറുന്നു. ചിക്കൻ പൊട്ടിത്തെറി. ഞാൻ പറഞ്ഞു ഇന്ന് പൊട്ടിത്തെറിക്കാനുള്ള നേരമല്ല, നിങ്ങൾ പാർസലാക്കി പറയുന്നത് മസാല ചിക്കൻ ഇവിടുന്ന് പൊട്ടിത്തെറിപ്പിച്ചാൽ മതി ഇനി പറഞ്ഞു. അപ്പൊ നജ്മയും ഇഫ്രയും സമൂസ ഫില്ലിങ് ഉണ്ടായില്ലേ? ഫില്ലിങ് ഉണ്ട്. അപ്പം മമ്പാട് കോളേജിലുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, മമ്പാട് കോളേജിൽ ഫുഡ് ഫെസ്റ്റിവലോ മറ്റേ ഫുഡ് സെലിബ്രേഷൻ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരുണ്ടോ നമ്മളെ കയ്യിൽ? ബാസിലെ എത്ര സമൂസ മടങ്ങിയത്? 5 മിനിറ്റ് കൊണ്ട് മടക്കി. മറ്റേ ദുൽഖർ എബിസിഡിൽ വന്ന പോലെ നജ്മ വന്നത്. ഈ മോൻ വന്നതേ ചുമ്മാ പോകാനല്ല, പൊട്ടിത്തെറിപ്പിച്ചാൽ വന്നേ നജ്മ. ശരിക്കും ചിക്കൻ പൊട്ടിത്തെറി ഇന്ന് നല്ല കഴിച്ചില്ല ബാസില്. അത് ഇന്നും എല്ലാറ്റവും നന്നായി എന്നൊക്കെ ബാസില്. ആ ഓ സമൂസ ഉണ്ട് കണ്ടപ്പോഴേ, സമൂസ ഉണ്ട് കണ്ടപ്പോ മെല്ലെ ഇവിടെ നിക്കാൻ. മാറ്റി പിടിച്ച ഇങ്ങോട്ട് പിടിച്ചാൻ പറ്റുമോ? പരിസ്ഥിതി ശരിയല്ല. എപ്പോഴും അങ്ങനെ ക്യാമറ നിൽക്കണം. ഞാൻ എപ്പോഴും ശരിയാവില്ല എന്ന് പറയുന്നത്. നോമ്പിന് ആഴ്ചമാത്ത സ്പീഡ് മൂഡാണ്. അതായത് ആഴ്ചമാത്തൊക്കെ എന്താ വെച്ചാല് ഇഞ്ചുറി ടൈമാണ്. അപ്പോഴാണ് നമ്മൾ ശല്യപ്പെടുത്താൻ പോണത്. നിന്നിട്ട് കാര്യമില്ല, പോയിട്ടിട്ട് എന്താ ചൊല്ല എങ്ങനെയാ? പോയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, നിക്കാൻ നേരല്ല. പക്ഷെ പരിപാടി ഉണ്ടല്ലോ പരിപാടി. ആഴ്ചമാത്ത ഇക്കുവിന്റെ പോലല്ല. ഇക്കുവാണ് ഈ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഇല്ല, നിന്നിട്ട് കാര്യമില്ല, അങ്ങനത്തെ ടീം കേട്ടോ. 6 മണി ആവാനായി. അതാണ് ഇതെന്താ പറയുക, ഇഞ്ചുറി ടൈമാണ്. ഈ സമയത്ത് നമ്മൾ അയച്ചുകൊണ്ടെങ്കിൽ എങ്ങനെ ഒരു കാര്യമില്ല. ഈ സമയത്ത് നമ്മൾ കണ്ടറിഞ്ഞ് നിൽക്കുക, നമ്മൾ മാറിക്കാം. തടി അയച്ചില്ല. അപ്പൊ ഒന്ന് ബീഫ് സമൂസ ഉണ്ടായിക്കൊണ്ടിരിക്കണ്ടോ? എത്ര ആയി? 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇപ്പല്ലേ ഓരോ ആൾക്കാർക്ക് ഓരോന്ന് വെച്ച് തിന്നാലതായിട്ടുള്ളൂ. ഇതേപോലെ ഇനി മറക്കിക്കോളി. ഇന്നിവിടെ ആളുണ്ട്, എല്ലാവർക്കും 2 ഇഞ്ച് സമൂസ അല്ലേ വാസിലെ? അതായത് ഞമ്മക്ക് സമൂസന്റെ എണ്ണം എടുക്കേണ്ടി വരുന്നില്ല. അത്രേ ഉള്ളൂ. ഇന്ന് ലേഡീസ് ഫസ്റ്റിന് കൊടുക്കാം. ഇന്ന് ഞങ്ങളെ സമൂസ നജ്മക്കും ഇഫ്രക്കും ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്.
ഇപ്പുറത്ത് ജിമ്മി ഉണ്ടാക്കുന്ന പൈനാപ്പിൾ ജ്യൂസ്. ജിമ്മി അരമണിക്കൂറായിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് അരമണിക്കൂറിന്റെ മേലായി. ഇത് ഫൈബറാണ് കേട്ടോ. ബസ്സിൽ നമുക്ക് ഇത് മതി. ഇത് നല്ല ഫൈബർ ഉണ്ടല്ലോ. പക്ഷെ ഉണ്ടല്ലോ പൈനാപ്പിൾ തിന്നാ ഭയങ്കര ഒരു സുഖമാണ്. ഐസ് ക്യൂബ് കൊണ്ടുവരാൻ പോയത് ആരാ? ഞാൻ കൊണ്ടുവരാൻ പോയ ആളെപ്പോ വിളിക്കാം. ഞാൻ ചോദിക്കട്ടെ. ബസ്സിൽ ഇവിടെ വന്നോ? അല്ല, ഐസ് ക്യൂബ് കൊണ്ടുവരാനേ ഇന്നെ തന്നെ ഏൽപ്പിച്ചിന്. അറിയാത്ത പോലെ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരിക്കണ പറഞ്ഞേക്കാം. ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു. ആരും ഏൽപ്പിച്ചിട്ടില്ല. ഓരോട് മേലെന്ന് ഒരാളോട് ഐസ് ക്യൂബ് കൊണ്ടുവരാൻ പറയും. ഞാൻ പോയി കൊണ്ടുവരണോ? വേണ്ട, ഇജോ അല്ലേ ഉമ്മച്ചി ഒരാളെ എപ്പോഴും ഐസ് ക്യൂബ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐസ് ക്യൂബ് ഇപ്പോഴത്തെ ഒരാളെ വിട്ടിരിക്കണതാണ്. അപ്പോൾ ആരും വിട്ടിട്ടൊന്നുമില്ല, ഞാൻ തന്നെയാണ് ഐസ് ക്യൂബിന് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഐസ് ക്യൂബിന് ആളെ വിട്ടിട്ട് കാണാം. ഇന്നത്തെ പെലച്ച മനോഹരമാക്കി മാറ്റി അർബാബ് എന്ത് ചെയ്തു? നമ്മളെ കൂടെ പിന്നെ നിൽക്കൽ തുടങ്ങിട്ടോ. അജോദിന്റെ ഒപ്പം വന്നായി. പിന്നെ ചെറുക്കന് മനസ്സിലായി അജോദിന്റെ ഒപ്പം കൂടിയിട്ട് വലിയ കാര്യങ്ങളും പരിപാടികളൊന്നും നടക്കില്ല. നമ്മളപ്പം ഇഫ്താർ പരിപാടികൾ മനസ്സിലാവണില്ലല്ലോ. അജോദിനല്ലോ മനസ്സിലാവും. അപ്പം ഇജിന്റെ പോവാ. അപ്പം എന്റെ ചെക്കൻ എന്റെ യമനിക്കുട്ടൻ എന്ത് ചെയ്തു? നമ്മൾ പരിപാടിക്ക് ഫുള്ള് പ്ലാൻ ചെയ്തു. ഇപ്പം നാളെ നമുക്കൊരു ഗ്രാൻഡ് ഇഫ്താർ ഉണ്ട്. Today we have Mallu iftar. Tomorrow we have grand iftar, big iftar, something you will never expect. Wow. It's like big iftar, big iftar. Let's see, Inshallah. Today we'll try iftar in Hanan home. Inshallah. Yeah. You are thirsty? We'll try the mallu iftar, mallu. ഉള്ളോണായിട്ടോ. അലവി നജിമ ധാരാളോ? This is my friend's wife, and this is also my friend's wife. All my friends have wife, But I have no wife. I don't have wife. എനിക്ക് ജന്നുള്ളൂ എന്നൊക്കെ. But I know you have. ഇല്ല. ഓക്കെ. ഇല്ല. Ramadan haram. റമദാനിൽ മാത്രം ആറാമുള്ളൂ തോന്നുന്നുണ്ടോ യമനില്? ബാക്കി മാസമൊക്കെ ഓൽക്ക് ഓക്കെയാണോ? ആദ്യം കൊണ്ടുവരേണ്ട സാധനങ്ങളുണ്ട്. എടാ ഈ നോമ്പി 6:15 ആയി നിൽക്കുമ്പോ 20 മിനിറ്റ് മാത്രം ഓരോ സാധനം ആദ്യം കൊടുത്ത് പിന്നെ കൊണ്ടുവരാൻ ഒരു ടൈം ഉണ്ടാവും. ഞാൻ പീടിയെന്ന് കുറച്ച് ബുദ്ധി ഇട്ട് അതും ഒരു ഈസിൽ വാങ്ങിക്കോ. അജുവത് ബിക്കെ കുറച്ച് കൂടുതൽ എടുക്കാം. അപ്പൊ അജുവതിന്റെ നമ്പർ 79. എന്തത്? നമുക്ക് പാൻറ് നോക്കട്ടെ. ബിഗ് ഡിസൈൻ. എന്തൊക്കെയാ വാങ്ങാൻ പോണേ? ഓല്ല ഓഞ്ഞി വരുന്നില്ല എന്ന് പറഞ്ഞു. ഐസ് ക്യൂബ് അങ്ങനെ ഡിസ്പോസിബിൾ പ്ലേറ്റും. You fake friend, brother. You are not coming with me. Who are you? എവിടെ I'll go and come. Really? Yeah, I'll go and come. Okay. he is going nearby 1 kilometer only. Enjoy. Happy journey. Happy journey എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. Today we are making beef samosa. Have you met the princess of our home? Come my brother. Come. Allah. അപ്പോൾ this is Aichima is very famous in this locality because of her kindness, because of the service that Aichimata provide, because of the food and accommodation Aichimata provide, because of the prosperity that Aichimata provide. Sugamana. ചോദിച്ചേ Sugan. ധാരാറിയോ? അലവി ഫിൽ യമൻ. Alevia. അലവി അലവി അറബിയാണ് പേരാ. ശരിക്കും നമ്മളെ നാട്ടിൽ കട്ടെടുത്ത അലവിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ മെല്ലേ സൗദിക്ക് പണിക്കോയിലൊക്കെ അലവി. അലവിക്കുട്ടി. Alvikati. അലവിക്കുട്ടി. Amma, alvikati. എവിടുന്നറിയോ? യമൻ. Yemen. ചില്ലറ പരിപാടി ഏതാ? യമനിയാളറിയില്ലേ? യമനിയാളെ മന്തി എന്ന് പറഞ്ഞല്ലോ നമ്മളെ നാട്ടിലത്തെ മന്തി പോലല്ല. തീപാറും ഇപ്പം ഉണ്ടാക്കും മന്തിയോ ഒരു ദിവസം ഉണ്ടാക്കാം.
ഇപ്പൊ നീ പോയില്ലേ എടാ എന്തിനാണ് 2 വണ്ടിക്ക് പോണേ പൊട്ടന്മാരെ? അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളില്ലേ ഒരു വണ്ടിക്ക് ഒരാൾ പോയാ ഇമ്മ കൊണ്ടുവരാനുള്ളത് എന്തിന്? ഓക്കെ അപ്പം പ്ലേറ്റ് ഇവിടെ കിട്ടുള്ളൂ. ഐസ് ക്യൂബ് പൂക്കോട്ടുമാടത്തേ കിട്ടുള്ളൂ. അപ്പൊ ഇജ് പൂക്കോട്ടുമാട ലേറ്റ് ആവരുത്. ഇജിപ്പോ നിന്നാൽ തന്നെ ലേറ്റ് ആവുന്നുണ്ട്. ഇജ് വേഗം പോ. എടാ പ്ലേറ്റ് വാങ്ങാം, എന്നിട്ട് QR അയച്ചു തരാം. ഐസ് ക്യൂബ് വാങ്ങാം, QR അയച്ചു തരാം. ഓക്കെ ആക്കാ. ബിരിയാണി സൂപ്പർ ആയിട്ടോ? സംസുഖ ഇളനീനോ എവിടെ? നിനക്കൊന്ന് വെട്ടി തരുമോ? ഞാൻ നോമ്പ് തുറക്കുമ്പോ പിടിച്ചു. ഇപ്പളോ 2 ഇളനീര്. ഞങ്ങൾ 2 ആളും ഷുഗർ കട്ട. അപ്പൊ ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റില്ല അല്ലേ വാസിലെ? 2 ഇളനീര് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാൻ പറ്റും. പൊളിക്കും ഇളനീൻ ജ്യൂസ്. പല്ലെന്തോ കാര്യത്തിൽ പറ്റിട്ടോ. ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു ഇപ്പൊ വരുമെന്ന്. ഇപ്പൊ വരാറ് നിങ്ങള് എന്താ പറ്റി? ചോയ്ക്ക്. എങ്ങനെ വെട്ട് നമ്മള്? അവിടെ ഉണ്ട്. അപ്പച്ചിക്കും ഇപ്പച്ചിയാവും ചിലപ്പോ ഏൽപ്പിച്ചത്. ഇപ്പച്ചിന്റെ ആദ്യം വെട്ടിക്കോ, അല്ലെ നമ്മളെ വെട്ടും. ഇളനീര് വെട്ടാൻ മറ്റേ കത്തി പറയാ. ഫ്രൂട്ട്സ് കട്ട് ചെയ്യണേ അത് പറ്റുമോ? പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തോണ്ട് ഇവനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിപ്പിക്കണ്ട നമുക്ക്. ഭയങ്കര സ്നേഹമുള്ള കൂട്ടത്തിലാ. അറബിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒടുക്കത്ത സ്നേഹം. ഇവിടുന്ന് പോണില്ല. ഇപ്പൊ മിഞ്ഞാന്ന് വന്നതേ ഓൻ ഇന്ന് പോകേണ്ട ആളാ ബാംഗ്ലൂർക്ക്. ഓൻ പറഞ്ഞ എന്താ, ഞാൻ ഒരാഴ്ച ഇവിടെ കെട്ട് വെച്ചു. ഞാൻ പറഞ്ഞു കൺഫേം പറഞ്ഞു, അപ്രൂവ്ഡ് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച ഇവിടെ നിൽക്കാൻ പോവാം. ഞാൻ പറഞ്ഞു ആഴ്ച മാസത്തെ ആകുമ്പോൾ കുറച്ച് അറബിക് ഡിഷുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ അറിയുന്ന ആളാണ്. വൈകാതെ വരും ദിവസങ്ങളിൽ വെക്കാൻ പറ്റും. ക്ലൈമറ്റ് ശരിയല്ല. ഓനെ കൊണ്ടേക്കോ. അത് കൊടുത്തോ. അപ്പൊ അലവിൻ കെൻസും പോവണ്ട. ബാവലോട് ചോദിച്ചോടെ ഇങ്ങോട്ടോ. ഈ പേരന്റെ പ്രശ്നം ഇതാണ്, ഏത് വാതിൽ തിരിഞ്ഞാലും കണ്ടന്റാണ്. തിരിയണം എന്നുള്ളൂ. ഓ ഇക്കുച്ചാ. ആ ബാസിലേ നല്ലോണം നോക്കിട്ടോ. ബാസിലേ അല്ലേ ഇളനീരെ ഏൽപ്പിച്ചാ മതി. കൈ ശ്രദ്ധിക്കട്ടാ. വ്യൂവേഴ്സിന്റെ ആൻസൈറ്റി ലെവൽ ഇപ്പൊ കൂടുട്ടോ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വ്യൂവേഴ്സിന്റെ ആൻസൈറ്റി ലെവൽ കൂടിയേക്കും. ബാസിലെ ഇളനീരും പിടിയല്ലേ ഇനി. അടുത്ത ഇളനീര് ഇക്കു വെട്ടു. ബാസിലെ അന്റെ കഴിഞ്ഞു. ഒരാളനീര് ഇക്കു വെട്ടു. വയ്ക്കൂല? ഒന്നാ നോക്കട്ടെ. എനിക്ക് തോന്നണില്ല എനിക്ക് വയ്ക്കുന്നു. നബീല് വെട്ടാൻ വന്നതാ. നബീൽ എല്ലാം വെട്ടും. ഇവനും വെട്ടും. ഓട്ടത്തില് പറഞ്ഞ സെറ്റായി. ഇളനീര് ഇതാ. അല്ല നബീല് അല്ല എന്ത് അല്ല പറ്റ അറിയില്ലേ വേണ്ടട്ടോ. എന്തേലും പറ്റിയല്ലേ ഇന്റെ തലമുണ്ട. കഴിഞ്ഞു എന്റെ അവസരം കഴിഞ്ഞു. ആദ്യത്തെ വെട്ടനുണ്ടല്ലോ ഇറച്ചി പാലകമ്മലാണ് വെട്ടി. അശ്വരിക്ക് പോവില്ല. ഇളനീർ റെഡി ആട്ടോ. ഓഡിയൻസിന്റെ ആൻസൈറ്റി ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നു. നബീല ഒരു ഡീൽ ഏറ്റെടുത്താൽ
അത് മൂർച്ചല്ല മുഴുവനായി തരാം. അല്ല നബീല് ഒരു ഡീലും പൗതിക്ക് വെച്ച് പിന്മാറും. അല്ല ഇവിടെ മാറിക്കാം. കൈ ശ്രദ്ധിക്കണേ. ഇന്റത് ഫുൾ ആവില്ല. നബീല് തന്നെ ഒരു അവസരമാക്കി എടുക്കും. ഫിർമിംഗോ പെറ്റ് ഷോപ്പിനെ സാക്ഷിയാക്കി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നബീലിൻ്റെ ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ഏകദേശം വന്നിരിക്കുന്ന ഒരു ടൈമാണ്. ഷോപ്പ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അത് റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ ആവണ പോലെ, ഞാൻ ഇതുവരെ ഒരു ഉദ്ഘാടനത്തിന് ആയിട്ടുമില്ല, ഞാനൊട്ട് ഞാൻ ആവില്ല. അപ്പോൾ ഫിർമിംഗോൻ്റെ ഉദ്ഘാടനത്തിന് വരുന്നവർക്ക് ശരിക്കും എന്താണെന്നുള്ളത്, ഉദ്ഘാടനം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കും. നബീല് വെട്ടിൽ ഊക്കെന്താ കൂടുന്നത്? കറക്റ്റ് പ്രൊഫഷണൽ വെട്ട് നബീല്. ലാസ്റ്റ് ഉഷാറായി, എക്സ്പീരിയൻസ് ആയി ലാസ്റ്റ് ആയപ്പോ. അപ്പൊ ഇക്കുവിന് ഇളനീര് വെട്ടി ഇക്കുവിന് എല്ലാവരും ഒരു കൈയടി കമന്റ് ബോക്സിൽ ഇക്കു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈയടിക്കട്ടോ. 25ഓളം പേരുടെ കുടുംബ പ്രേക്ഷകർ മിസ്സാവാതെ കൈയടിക്കുക, എല്ലാവരും കൈയടിക്കുക. അല്ല അന്ന് കഴിച്ചില്ലേ? അത് ശരി. എന്തായി? അപ്പൊ ഗൈസ് ഇതാ ചുടുന്നു, സമൂസ ചുടുന്നു. അല്ല സമൂസ ഫുള്ള് എണ്ണ പൊരിക്ക. അപ്പൊ നജിമ ഇഫ്രൈം ഇതാട്ടോ, നജിമ ഇഫ്രൈം ഉണ്ടാക്കിയ സമൂസ ഇതാ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നു. അല്ല ഉണ്ടാക്കുമ്പോ ഈ ഓല പെട്ടെന്ന് ഇതാവും. കുറച്ച് എണ്ണ പറഞ്ഞാളി, എല്ലാരും എണ്ണ കഴിക്കട്ടെ. ആ എണ്ണയിൽ കഴിക്കട്ടെ, അതാ നല്ലത് അല്ലേ ആഴ്ചമാത? എല്ലാവരും എണ്ണയിലാട്ടി ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. എണ്ണ, കൊയ്പ്പ്, നെയ്യ്. എന്ത് എണ്ണ? അതല്ല എണ്ണയിലിട്ട സമൂസ. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. ജിന്റെ തൊള്ളേക്ക് വരും എപ്പോഴും, അതാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ നബീലിൻ്റെ അടുത്ത് എപ്പോഴും ഒരു പാരച്യൂട്ടിന്റെ ബോട്ടിൽ എപ്പോഴും നബീലിൻ്റെ അടുത്ത് ഉണ്ടാവും. അതെന്ത് നബീലെ? ഞാൻ നബീലിനെ കണ്ടൊരു സ്പെഷ്യാലിറ്റി എന്താ അറിയോ ബാസിലെ? നബീല് തലയിൽ എണ്ണയ്ക്കണ പോലെ ഉണ്ടല്ലോ, നമ്മളെ കൂട്ടത്തിൽ ആരും തലയിൽ എണ്ണയ്ക്കല്ല. ആടോ ആ ഇവിടുന്ന് കൊണ്ടുപോകലുണ്ട്. നബീൽ റീസെന്റ് ഊട്ടി പോയപ്പോ ഇങ്ങനെ നിൽക്കുന്നു, ഊട്ടിത്തെ ഷോപ്പിന്റെ അവിടെ ഒറ്റക്ക് പോയിട്ടോ ഇങ്ങനെ ആട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ എണ്ണക്ക നബീലെ ബാക്കിന്ന് വ്ളോഗ് കട്ട് ചെയ്യാ. എന്റെ വ്ളോഗ് ഓഫ് ആക്കണ്ടല്ലോ. 25ഓളം പേരുടെ എന്റെ കുടുംബ പ്രേക്ഷകരുണ്ടല്ലോ. ആ അപ്പൊ പാവായി നിക്ക. കൊറേ ആൾക്കാരുണ്ട് കമന്റ് ഇടാതെ എനിക്ക് വേണ്ടി വ്ളോഗ് കാണുന്ന കൊറേ ആൾക്കാരുണ്ട്. ആ ഏത് സാറിന് ഏത് ഭാഗം കട്ടുണ്ട് സാർ? അവിടെ കട്ട് ചെയ്യട്ടോ. നാളെ മതി, അത്ര ആളുള്ളൂ ഡയറ്റ്. അത് മതി അത് വേണ്ട നാളെ മതി. ഓ അതൊക്കെ നിമിഷ ഇല്ല ഇപ്പച്ചിക്കുള്ള ഉണ്ട് അത്. ആ അല്ല നാളെ ഞാൻ പൈസ തരാം, നാളെ വാങ്ങിക്കോളൂ. ഒരു 10-200 നാളെ ഇന്റെ തൊടൂല. എന്നാലും ചൊന്ന് ആലോചിച്ച് നോക്ക്, 25-ാം വയസ്സിൽ എനിക്ക് സ്വന്തമായിട്ട് 4 തേങ്ങ വെക്കേണ്ടി നിൽക്കും വേണ്ടി അല്ലേ ബാസിലെ? എത്ര തേങ്ങ ഉണ്ടോ ആക്ക? 800 800 തേങ്ങ ഉണ്ടോ? മുതലാളിയാണ് കൊച്ചു മുതലാളി. പൊള്ളിക്കും സംസുനി മുതലാളിയാണ്. അപ്പം ഇന്ന് തേങ്ങ വെള്ളം കുടിക്കണ എല്ലാരും ഇന്റെ തെങ്ങുമത്തെ തേങ്ങയാണ്. കുറച്ച് തേങ്ങ വെള്ളം തരട്ടോ നജ്മ. ആച്ചമാതനെ അർശു നാട്ടിലില്ലാന്ന്. ആച്ചമാതനെ വലുതുണ്ടാവും. different. You enjoyed it? Why your eyes is wet?
പെരുമ്പോക്കോയോ കേരള റോഡ്സിൽ വിൽക്കുന്നതും ഇസ് ഡിഫറെന്റ്. ഇൻഷുറും കിട്ടൂല, ആസ്പത്രി ഇല്ല, ഒന്നുമില്ല, ആകെ പണിയാവും. ഗൾഫിൽ വീണ പോലെ ഉണ്ടാവില്ല. വിൽ ബി വെരി ഡിഫറെന്റ്. അപ്പൊ കരുതി പോയിക്കോണ്ടി. സമൂസന്റെ ഒരു പ്ലേറ്റും ഗ്ലാസും പറഞ്ഞ ആള് പ്ലേറ്റ് മാത്രം. ഓരോ പോക്ക് പോയിട്ടോ. 3 സമൂസന്റെ ഓല, പ്ലേറ്റിന്റെ ഓല, പിന്നെന്താ, പിന്നെ ഓല 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 ഇച്ചുംപാടി ഓല ഇച്ചുംപാടി ഓല ദിക്കിണി ദിക്കിണി ഓല മാല ഓല ഓല ഓല. അറബി മൂടായിട്ടോ. എനിക്ക് എന്തൊക്കെയാ തന്നെ ഓല ഓല സമൂസ ഓല തുമത്താലി താലി ഓല സമൂസന്റെ ഓല പ്ലേറ്റ് ഗ്ലാസ്. എന്നാ വേഗം പോയി വരും ഡ്യൂട്ടി. യെസ് ബ്രദർ. ഓക്കെ, യു റൈഡ് വെരി സേഫ്ലി. ഹലോ, ഞാൻ ഇവിടെ പെരയില്. ഇമ്മാനോട് ഐസ്ക്രീം പാക്കറ്റ് ഐസ് ക്യൂബ് എത്ര എണ്ണം ആണെന്നാ? ഒരു പാക്കറ്റ് മതി. ഫ്രീസർ ചൂടില്ല. മറ്റേ അലിയും ഐസ് ക്യൂബ് ഒരു പാക്കറ്റ്. വലിയ പാക്കറ്റ് അല്ലേ? നല്ല വലിയ പാക്കറ്റാ പോയത്. ഐസ് ക്യൂബോ? ഐസ് ക്യൂബ് എന്താ പറഞ്ഞു? ഐസ് ക്യൂബ് വലിയ പാക്കറ്റ് അല്ലേ ഉണ്ടാവുക? ഏതാ? നമ്മളെ ഫ്രീസറിന് പക്ഷേ തണുപ്പില്ലല്ലോ. അടിയിൽ കട്ടാവലുണ്ട്. നാളെന്താ പറഞ്ഞു വെച്ചിട്ട് കട്ടായിട്ടില്ലേ? ഇതെന്താ 5 സമൂസ മാത്രം ചുട്ടച്ചിക്കണ പോലെ തിരക്കിട്ടല്ലേ? എണ്ണ കൂട്ടാത്ത എങ്ങനെ സമൂസക്കും വേണ്ടിട്ടില്ലേ? ഇവന്റെ കല്യാണം ഉണ്ട് അച്ചുമാത്ത നബീലിന്റെ. നമുക്ക് പോണ്ടേ? ഗ്രാൻഡ് പരിപാടി ആയിട്ടാ. നബീൽ പറയണ എന്തായാലും ഇറങ്ങുമ്പോ ഡിഫൻഡറിൽ ഇറങ്ങുള്ളൂ, ഇല്ലേ കല്യാണം മാറ്റിയേക്കുന്നു. പെണ്ണ് ഇവിടെ മരം വെട്ടിച്ചാല് ഭാഗത്ത് നോക്കുന്നുണ്ട്, പിന്നെ വേറെ കുറെ സൈഡിൽ നിന്നൊക്കെ നോക്കുന്നുണ്ട്. മരം വെട്ടിച്ചാല് ഇവിടെ മൂത്തേടം ഇവിടെ മറ്റേതില്ലേ, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഇല്ലേ, ഫാത്തിമ കോളേജ് ഇല്ലേ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ കെട്ടുമ്പോ കാണാം. ഓല ഓല അതെന്താ സമൂസ എവിടം വരെ ആയി ഗൈസ്? കിട്ടോ അത് കുഴപ്പമില്ല. ചാടി ഞാൻ പറയട്ടെ, ഇതേ നമ്മൾ പൊടി തട്ടിയിട്ട് എടുക്കാം. ഉമ്മച്ചിക്ക് പാവട്ടോ, കല്യാണത്തിന് പോണ പോലെ അടുക്കളയിൽ ഇരിക്കണം. ഉമ്മച്ചിക്ക് ആകെയുള്ള ദേഷ്യം തരോ, അടുക്കളയിൽ തട്ടാതെ ഇരിക്കാൻ പറ്റണില്ല. അപ്പം പാവന്റെ ഉമ്മച്ചി അയ്യോ എന്നും കല്യാണത്തിന് പോണ പോലെ ഇവിടെ ഇരിക്കണം. വോളണ്ടറി ലീവ് എടുക്കുക. ഇമ്മച്ചിക്ക് ഞാൻ എന്ത് പറയാ, കുറച്ചും കൂടി സമയം എനിക്ക് തരി, ഒരു ഷെഫിനോട് വെച്ചു. അതായത് പിന്നെന്താ വേണ്ടി? എന്നാലും ശരി എല്ലാം ഇപ്പൊ എങ്ങനെ അങ്ങാടി കൂടെ അടുക്കളയിൽ നിന്ന് കുറച്ച് കാലം നമ്മള് കൽപ്പിച്ചൂട്ടി വിരമിക്കുക, എന്നിട്ട് നമ്മള് യാത്ര പോകും. അപ്പൊ ആ സമയത്ത് നമ്മളെ ഭക്ഷണം ഞങ്ങളെ പോലത്തെ എന്നും ഓട്സാവില്ല. ഞാൻ ഡയറ്റ് കഴിഞ്ഞാൽ പോയ പോലെ ആവും. ഓ നജിമ ഉണ്ടാക്കണേ. എന്താ ചിക്കോ? ബസ്സിലേ വാങ്ങിക്കാ ആക്കന്നെ. നജിമ ഉണ്ടാക്കണ സമൂസ ഉണ്ടോ? കിഡിലൻ സമൂസ കണ്ടോളൂ. അപ്പുറത്ത് ചിക്കൻ പൊരിയുന്നു, ഇപ്പുറത്ത് സമൂസ വേവുന്നു. അപ്പുറത്ത് ചിക്കൻ പൊരിയുന്നു, ഇപ്പുറത്തെ സമൂസ വേവുന്നു. ആഴ്ചമ്മ ചക്കിൽ ആട്ടുന്നു, എണ്ണയും കൂട്ടി പൊരിക്കുന്നു. അപ്പുറത്തെ സമൂസ വേവുന്നു, ഇപ്പുറത്തെ ചിക്കൻ പൊരിയുന്നു. ആഴ്ചമ്മ ചട്ടിയിൽ ആട്ടുന്നു, എണ്ണ കൂടുതൽ പാരുന്നു, ചിക്കൻ മുക്കി പൊരിക്കുന്നു. വരും തോന്നുന്നു. മറ്റേ
ഞങ്ങളെന്താ ബാർബർമാരോ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടൈലർമാരോ കട്ട് ചെയ്യാൻ ചിക്കൻ പൊരിച്ച സമൂസ അങ്ങനെ പുതിയ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ കയറിയാണ്ട് പഴയതൊക്കെ മറപ്പിക്കുക ഓഡിയൻസിന്റെ 25ഓളം പേരെ കുടുംബ പ്രേക്ഷകർ ഒന്നും ഓർത്തു വെക്കരുത്. ഓ അപ്പം കാണിച്ചേരി അപ്പം മിക്കവാറും നോമ്പുറന്ന് ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഡ്രെഡിന്റെ സ്പീഡ് ചോറാണ്. ഈ അവസരത്തിൽ ഞങ്ങള് ഡ്രെഡിനെ ഓർത്തു പോവുകയാണ്. സ്പീഡ് ചോറ് മച്ചോ തുറന്നാണ് ഇതിന്റെ റെസിപ്പി ചോദിക്കണ്ട എല്ലാവരും കമന്റ് ബോക്സിൽ. ഇന്ന് പറയണ്ട ഇതൊന്നും ആൾക്കാർക്ക് അറിയണ്ടാവും. പക്ഷെ കമന്റ് ബോക്സ് ഫുൾ അതാ ചോദിച്ചത്. ചിക്കൻ ചട്ടിയിൽ വേവുന്നു, അപ്പുറത്തെ നെജ്മയും വേവുന്നു. ആ ഓല വരണം. ഓല കഴിഞ്ഞു. ഓല കഴിയാൻ മാത്രം സമൂസ ഇവിടെ ആരാ തിന്നേ? ഇവിടെ ആരെത്ര സമൂസ തിന്നേ? അശ്വാത്ത നീ എന്റെ സമൂസ പോകല്ലേ സമൂസ ഇളനീര് പച്ചക്ക് മതി. വേണ്ട വേണ്ട. ആ ചെറിയ തണുപ്പ് ചെറിയ തണുപ്പ്. ആ ഇമ്മ ഇളനീര് ജ്യൂസ് ഇളനീര് ജ്യൂസ് ഷുഗർ കൂട്ടാത്തോൽ കിട്ടമ്മ. ബാക്കിയുള്ളവർക്ക് പൈനാപ്പിൾ ഉണ്ട്. അതിനെപ്പച്ചിക്കും ഇപ്പച്ചിയും ഞാനൊക്കെ പേഷ്യൻസ്. ഇനി ഓല വന്നിട്ടാ പരിപാടി. അപ്പൊ സുഹൃത്തുക്കളെ ഇനി ഓല വന്നിട്ട് ബാക്കിയുള്ളവർക്ക് പരിധി കൂടാനുള്ളൂ. സൽമാനിക്കും ഫുൾ ബിസിയാണ് കേട്ടോ. എപ്പോഴും എല്ലാ മൂലക്കലും ടെക്സ്റ്റിംഗ് ആണ്. ലൈല ലൈല എന്നെ മറന്നോ നിന്നെ വെറുത്തോ ലൈല മേരെ സജന നോമ്പും കാലത്ത് കുട്ടിയാക്ക് മെസ്സേജ് അയച്ച് ഇരുന്നാള് പടച്ചോൻ പിടിച്ചുമല്ലോ. എന്ത് കുട്ടിയൊക്കെ മെസ്സേജ് അയച്ചാലോ? കൂലിയല്ല നിരക്കം കിട്ടും. മസ്തി മെസ്സേജ് അയച്ചാ നബിൽ ഇപ്പൊ നേരലായിട്ടുള്ളൂ. അതാണ് നബിലൊന്നും ആരെ വന്ന് നോക്ക്. അറബിയൊക്കെ നാട്ടുകാരനായിട്ടോ. ഹായ് 25ഓളം പേര് എന്റെ കുടുംബ പ്രേക്ഷകരെ വീഡിയോ കോൾ ചെയ്യുന്നു. ഹലോ ആര് ചെറിയ കുട്ടിയോ? ഹായ്. ഉമ്മ എടുക്കുമ്പോ ചെറിയ കുട്ടീനെ ഫ്രെയിമിൽ കാണിക്കട്ടോ. സംസുഖാക്ക മറ്റേ അപ്പൊ അറബി വന്നിട്ടാ. അറബി കെട്ടിപ്പിടിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാ മൂലക്കയും സൽമാനിക്ക് മെസ്സേജ് അയക്കുന്നത് ആളേട്ടോ. ബാക്കിലെ ടൈപ്പ് ഇടുന്ന ഷർട്ടാ അല്ലല്ലേ? 90s കിഡോ സംസുഖാക്ക. അപ്പൊ സംസുഖാക്ക ഈ എടുത്തിട്ട പുതിയ ടീഷർട്ടിലെ ഏറ്റവും സൂപ്പർ ഷർട്ടാണ് 90s കിഡ്. സംസുഖാക്കന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? 80s കിഡ് ആണോ? അതുകൊണ്ട് 90s കിഡിന്റെ ഡ്രസ് ഇട്ടിരിക്കുകയാണ്. അല്ല അറബിയിലോ ഈ. അപ്പൊ നജ്മയും ഇഫ്രയും ചുറ്റിയ ബാക്കി സമൂസയും കാര്യങ്ങളും ചുറ്റാൻ വേണ്ടിട്ട് സൽമാനും അപ്പൊ സമൂസ ചുറ്റാൻ വേണ്ടിട്ട് സൽമാൻ ഇക്കുവിനെയും ഒറിജിനൽ ഇക്കുവിനെയും ക്ഷണിക്കുന്നു. ഇക്കു എന്ന പേര് കേരളത്തിൽ ഇത്രത്തോളം ഒരു ട്രേഡ് മാർക്ക് ആക്കി മാറ്റിയ വേറെ ആരില്ല കേട്ടോ. നബീൻ ഇപ്പോഴത്തെ കോർപ്പറേഷനിൽ പോയിട്ട് ഫിർമിംഗോക്കും ട്രേഡ് മാർക്ക് കൊടുക്കാണ്. ഇക്കു എന്നുള്ള പേരിനും ട്രേഡ് മാർക്ക് കൊടുക്കാൻ പോവാണ്. വേറെ ആരും യൂസ് ചെയ്യാതൊക്കെയാണ്. എടാ ശരിക്കും ചുറ്റാറിയില്ല. ഇന്നിവിടെ ആളെണ്ണം കൂടുതലാണ്. കറക്റ്റ് അളവിലാണ് എല്ലാ മസാലയും പോണത്. വേസ്റ്റ് ആക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഇല്ലട്ടോ. അങ്ങനല്ല എനിക്കറിയാം. ആദ്യം ഇങ്ങനെ ആക്കണം. അതേ അത് ഇതിലില്ലേ? ഓൻ പനി നോക്കുക, പിന്നെ അങ്ങോട്ട് നോക്കുക. ഓൻ എന്താ കാട്ടുന്നത് അങ്ങോട്ട് കഴിഞ്ഞ നോമ്പിൽ ഇങ്ങനെ ആക്കി. എന്താ കഴിഞ്ഞ നോമ്പിൽ ഇങ്ങനെ ആക്കിയല്ലോ. സൽമാൻ ട്രീറ്റിംഗ് സമൂസ ലൈക്ക് എ ബേബി. അസ്സലാമു അലൈക്കും. എന്താ വർത്താനം? കാണട്ടോ, ഒരു ദിവസം കാണട്ടോ. എന്താ പറഞ്ഞോ പറയണ്ടേ? ക്ലിയർ ആവണില്ല. നബീല
ഈ സമൂസ കാണിച്ചു കൊടുത്താ ജിംഷ. അപ്പൊ നബീൽ ഉണ്ടാക്കിയ സമൂസ കേട്ടോ. ദീർഘ ത്രിഗുണം. ഇതുവരെ ഗണിതത്തിൽ കണ്ടുപിടിക്കാതെ ഷേപ്പായി പോയി. അതായത് ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്തത് ത്രികോണത്തിൽ വിട്ടും ചെയ്ത് ദീർഘ ത്രികോണം ഷേപ്പിൽ നബീൽ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു സമൂസ. നീ മടക്കം തട്ടാ പേരുണ്ടാക്കല കേട്ടോ. ഗേൾസ് ആൻഡ് ബോയ്സ് ഇവിടെ മത്സരമാണ്. അപ്പൊ ഇഫ്രയും നജ്മയും ഒരു ഭാഗത്ത് സമൂസ ഒന്നായിട്ട് മടക്കുമ്പോൾ മറ്റു ഭാഗത്ത് സൽമാനും ഇക്കുവും മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മടക്കണം. സൽമാൻ വെരി ഗുഡ്. സൽമാൻ റോളിംഗ് വെരി ഗുഡ്. പിന്നെ ഓല അവിടെ നിന്ന് Okay, then sit here. Take your seat. അപ്പൊ യമനി സമൂസ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. യമനി കണ്ടപ്പോ എന്ത് ചെയ്തു? യമൻ സമൂസ. യമനില് സമൂസ ഈ ഷേപ്പല്ലല്ല ബാസിലെ, വേറെ ഷേപ്പാണ് യമനില്. ബ്രദർ ടേക്ക് എ സീറ്റ്. സമൂസയിൽ ആ പാട്ട് കേട്ടേ പശുപ്പ് വരും. എന്തിനീലകം അറബിയില്ലെങ്കിൽ എന്തിനി രാജ്യസ്നേഹം, അറബികളില്ലെങ്കിൽ എന്തിന് കേരളം, അറബികളുണ്ടായോണ്ട് ഞങ്ങൾക്ക് ജീവിതം, ഞങ്ങളെ വാപ്പപ്പാര് കുറെ കാലം മുമ്പ് ഇങ്ങളെ പീടിയിൽ നിന്ന് ഉണ്ടാക്കി പൈസ, 5 10 കൂട്ടിയിട്ട് കേരളം വലുതായി. I forget how to make the samosa. ഐസ്ക്രീം കോൺ ഉണ്ടാക്കണ പോലെ കേട്ടോ. This is ice cream cone. Some help please, Umma. Please help Umma. Yeah, like that. Bye. എന്താ This should be closed, brother. close it. You close it. I close it. You said ice cream. What? Ice cream. Bro, like this, make it sharp. Then fill it. You should fill that. I know. Hurry. എല്ലാവരും പ്രാർത്ഥിക്കുക. +2 പരീക്ഷ എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടോ. എന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇതേപോലെ കിളി പോയാൽ വരുന്നേ ഓം വരുന്നേ കേട്ടോ. ഓ ജഞ്ച ജഞ്ച ഓ ജഞ്ച ജൈ. അപ്പോൾ ഒന്ന് മുടി അടിക്കൊണ്ടിട്ടോ പോയിട്ട് മുടി അടിക്കൊണ്ടി. +2 വിദ്യാഭ്യാസം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും തുടങ്ങിത്തരാം. അതിന് പോയിക്കോ. അവിടെ നോക്കി കൊണ്ടുവന്നാൽ മതി. റെഡിയാണ്. +2 കഴിഞ്ഞാൽ എന്നെ നിൽക്കണമെന്നൊക്കെ. This one there. that one there. ഉണ്ടാക്കണ്ടാ. Alladhi correct. Take this. Correct? Yeah, correct. Porotalla. Correct. Now this is paste. We are planning to come your house. Come, Allah will be very, very glad. We want Yemeni mandi. Yemeni, mandi, kabsa, makhdoom, madmoor, everything, brother. You come. You will see the real food in this life, really, bro. Inshallah. Wallah. From Kerala, I will also make you see all the food. All the food. Enjoyment 100%. 1 week full of enjoyment. This is correct. Everlasting situation in Kerala. See, brother. Emergency situation in Kerala. Me and Shabir is coming back because many meetings are there. Ariyo. Wallah, you have to come. Yeah, Afif, we will definitely finally see Afif here. Me and Shabir will come. Riding gears ഒക്കെ ഇട്ടിട്ട്. You should come to Yemen. We have game in there. Come. നമ്മൾ സൗദി പോകുമ്പോൾ യമനിക്ക് പോവാം. How's Afi in gaming? Is he good or bad? Afif, I didn't see him. I just see him with
എടാ ഒമാനിന്റെ പരിപാടി ഇല്ലേ? ഒമാനിന്റെ എന്താ പരിപാടി തന്നെ? These days he was studying Tirupati. ആ വല്ലെടുത്താണ് ബോർഡർ അല്ല. യു ആർ ഷെയറിംഗ് ബോർഡർ വിത്ത് ഒമാൻ. ഒമാൻ യു ആർ ബോർഡർ യെസ് ഒമാൻ. I stay in Oman also, Salalah. എടാ മിഡിൽ ഈസ്റ്റ് ആണ്. Oh, where in Oman? After 2 months. Where in Oman? മിഡിൽ ഈസ്റ്റ്. I think you are sharing border with Saudi Arabia and Oman. And Oman. Two bordering countries. Correct. Basil have great IQ. And മദീനയില്ലെങ്കിൽ എന്തിനുലകം എടാ ഒന്ന് പിടിക്കടാ. ഇത് ഇവിടെ ഇടന്നാ പഴയ ടേബിളാട്ടോ. നോമ്പൊക്കെ തുറക്കാം ചോദിച്ചാൽ ഇത് ഇവിടെ തന്നെ ഇടമ്മ അങ്ങോട്ട് ഇടണ്ട. ആ അത് കീറണ്ട 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 അങ്ങനെ ഇട്ടാ മതി. ആ അത്ര ഉണ്ടോ ഒന്ന് കീറിക്കോളൂ. ആര് ആണോ? അപ്പൊ ഈ ടേബിൾ ഈ കസാലിലല്ലോ എങ്ങനെ ഇരിക്കും? ആ എത്ര ആളുണ്ടെന്ന്? അല്ല നമുക്ക് ഒപ്പാക്കാം. എല്ലാരും ഇവിടെ കൊള്ളു. എല്ലാരും കൊള്ളുന്ന് തോന്നണം എനിക്ക്. ബാസിലെ നീ നമ്മക്ക് തുറക്കാൻ ഒന്നുമില്ലേ? നമ്മളിന്ന് ബലിയാടാവൂട്ടോ. ഞാനേ ഇമ്മച്ചിയേ ആ ആൾക്കാരെണ്ണം പറയാ 15 or 16 ഉണ്ട്. ഒന്ന് അർബാബ് take count how many people are here in Arabic. അതാണ് അറബിക്ക്. واحد اثنين ثلاثة أربعة ستة 4 5 6 7 8 4 4 8 10 11 12 12 12ഉം 2ഉം ഇപ്പച്ചും 15 ആളുണ്ടെന്ന്. No. That is month. കുറെ ആൾക്കാരില്ലോണ്ട് ഒരു പ്ലേറ്റ് വെച്ചാൽ അപ്പൊ സമൂസ ഏകദേശം റെഡി ആട്ടാ. ഇതെന്നല്ലാത്ത സമൂസ, അവിടെയാണ് ഒറിജിനൽ സമൂസ കേട്ടോ. അപ്പം നമ്മളെ സമൂസ മേക്കേഴ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സമൂസ മേക്കേഴ്സിൻ്റെ സമൂസ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ കുക്കിംഗ് എന്നുള്ളത് നമുക്ക് വൈകാതെ കാണാം. സമൂസ മേക്കേഴ്സ് ഓരോ സമൂസ എണ്ണം പറഞ്ഞ സമൂസകളെടുത്ത് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെ പൊരിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമാണ് നമ്മളെ സമൂസ മേക്കേഴ്സിന് ഇന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ചിക്കൻ പൊട്ടിത്തെറിയോ ചിക്കൻ പൊട്ടിത്തെറിക്കാത്തതോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ കുക്കേഴ്സിനെ നമ്മൾ വീണ്ടും വിളിക്കുന്നതാണ്. പുതുമുറ തലമുറ ഗേൾസിന് ഇപ്പോൾ ചീത്തോട്ടോ ചുമതല എടുത്ത് പോയിക്കളി നമ്മൾ ഇഞ്ച അടുക്കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മറ്റേ പാത്രമൊക്കെ വെറുതെ തലമണ്ട നമുക്ക് ഇടും കുട്ടികളെ. സീൻ ഫ്രെയിം ആട്ടോ, ഇത് ലെജൻഡറി ഫ്രെയിമാണ്. ആഴ്ചമാതാൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ന്യൂജൻ ഗേൾസ്. അയ്യോ. അപ്പോൾ ബത്തൊക്കെ മുറിക്കാൻ വേണ്ടി ബാസിലിക്കോനെ ക്ഷണിക്കുന്നു. അവിടെ അറബി മഴയും വെയിലെന്താ പഠിച്ചേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ബാക്കിയുള്ള ഒരുക്കങ്ങളിലേക്ക് വരണം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും ഫുഡ് അങ്ങനത്തെ സെഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള നമ്മളെ പാർട്ട് 2 സെക്കൻഡ് വ്ളോഗ് നമ്മൾ വരുന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ കുട്ടികളുണ്ടാക്കിയ പൊരിച്ച സമൂസ എന്നുള്ളതും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ്, സ്പീഡ് ചോറ് ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടമാവും എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ഫുൾ നമ്മളെ പാർട്ട് 2 വ്ളോഗിൽ കാണാൻ പറ്റുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഈ ഒരു വ്ളോഗ് ഇത്രയും നേരം കാണുന്ന എല്ലാവർക്കും നന്ദി. വി ആർ ഗോയിങ് ടു ഹിറ്റ് 3 million സബ്സ്ക്രൈബേഴ്സ്. ആവോ എന്തായോ അത് പോയോക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ എന്തായാലും പ്ലീസ് ഡു സബ്സ്ക്രൈബ് വ്ളോഗ് ഇഷ്ടമാക്കണം, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.